അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാജി. തമിഴ്നാട് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള അണ്ണാമലയുടെ രാജി അപേക്ഷ സ്വീകരിച്ചതായി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രസ്താവനയിൽ അറിയിച്ചു. സമൂഹ മാധ്യമത്തിൽ പൊതുജനങ്ങൾക്കായി പാർട്ടി വിടുന്ന കാര്യത്തെക്കുറിച്ച് സമ്മതിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതിനു മുമ്പേ തന്നെ ബി.ജെ.പി. രാജി അംഗീകരിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തുവന്നു. ചൊവ്വാഴ്ച ഡൽഹിയിലെത്തിയ അണ്ണാമലൈ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, അമിത് ഷാ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി രാജി സന്നദ്ധത അറിയിച്ചിരുന്നു. അണ്ണാമലയോട് കാത്തിരിക്കാനാണ് പാർട്ടി നിർദ്ദേശിച്ചത്. അണ്ണാമലയെ മാറ്റി നയനാർ നാഗേന്ദ്രയെ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചതോടെയാണ് അദ്ദേഹം പാർട്ടിയുമായി അകലാൻ തുടങ്ങിയത്. പാർട്ടിയിൽ നിന്ന് സൗഹാർദ്ദപരമായി പിരിയാൻ ആഗ്രഹിക്കുന്നതായും മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലൈ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ത്രിഭാഷാ പഠനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അണ്ണാമലയ്ക്ക് കേന്ദ്ര സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുതൽ 3 ഭാഷകൾ നിർബന്ധമാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ CN അണ്ണാദുരൈ, ജയലളിത എന്നിവർക്കെതിരായ മുൻ പ്രസ്താവനകളെ ചൊല്ലി AIADMKയുമായുള്ള ബന്ധം വഷളായതും ബി.ജെ.പിയുമായി അകലാൻ കാരണമായി. ഇതിനിടെ അണ്ണാമലൈ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നുവെന്ന അഭ്യൂഹങ്ങളും ശക്തമായിട്ടുണ്ട്. AIADMKയുമായുള്ള ബി.ജെ.പിയുടെ സഖ്യവും ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ബി.ജെ.പി. എതിരല്ലെന്ന് വരുത്തി തീർക്കാനുള്ള പാർട്ടി നീക്കത്തോടുള്ള വിയോജിപ്പും സ്വന്തം പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ നിന്നാണ് സൂചന. കോയമ്പത്തൂരിൽ ഭയമില്ലാത്ത മനുഷ്യന് അതിരുകളില്ല എന്ന വാചകത്തോടെ അണ്ണാമലയുടെ ചിത്രമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. കൂടാതെ അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടായ്മ അണ്ണാമലൈ അൻപുകൂട്ടം പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ച് പ്രവർത്തനവും സജീവമാക്കിയിട്ടുണ്ട്.